2026 ഏപ്രിൽ പബ്ലിക് എക്സാം എഴുതുന്ന +2 സ്റ്റുഡൻസിനുള്ള ഓൺലൈൻ ക്ലാസ് സെപ്റ്റംബർ മന്തിൻ്റെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് ചെയ്തപ്പോൾ ചില പ്രോബ്ലംസ് ഡിറ്റക്റ്റ് ചെയ്തിരുന്നു. അത് സോൾവ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്, റെക്കോർഡഡ് വീഡിയോ ആണ് ഈ ഒരു വീഡിയോ. +2 ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിങ്ങനെ ഇൻ്റർഫേസ് കാണാൻ പറ്റും. അവിടെ +2 ക്ലാസ് റൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓപ്പൺ ആയിട്ട് വരും, ക്ലാസ് റൂം ഓപ്പൺ ആയി വരും. നമ്മൾ എങ്ങനെ ആക്സസ് കിട്ടുക, അതുപോലെ ക്ലാസ് റൂം ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, ഇനിയും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ട്, പേഴ്സണലി കോൺടാക്ട് ചെയ്ത് അത് ക്ലിയർ വരുത്തുക. ഓക്കെ, നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ചും അതുപോലെ അതെന്താണ് പഠിക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവൺ ഈ ഒരു മാസത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ടൈം ഷെഡ്യൂൾ ഓപ്പൺ ചെയ്യുക. ഏറ്റവും ലാസ്റ്റിലെ ടൈം ഷെഡ്യൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഏപ്രിൽ ബാച്ച് ചാപ്റ്റർ ടൈം ഷെഡ്യൂൾ, നമുക്ക് ഏപ്രിലാണ് പബ്ലിക് എക്സാം വരുന്നത്. അപ്പോൾ NIOS ഏപ്രിൽ ബാച്ച് ടൈം ഷെഡ്യൂൾ എടുക്കുക. ഇവിടെ തൊട്ട് താഴെ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഇങ്ങനെ 6 മാസമാണ് നമ്മുടെ ക്ലാസ്സിന് നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് മാസം കഴിഞ്ഞു, ഇപ്പോൾ സെപ്റ്റംബർ മാസമാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്ത ആളുകൾക്ക് 3.5 3.5 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. മലയാളം 3 ചാപ്റ്റർ, അറബി 2.5 ചാപ്റ്റർ, ഹിസ്റ്ററി 3.5 ചാപ്റ്റർ, പൊളിറ്റിക്സ് 3.6 ചാപ്റ്റർ, ഏകദേശം 3.5 ചാപ്റ്റർ വരുന്നത്. സോഷ്യോളജി 3.5, ബിസിനസ് 2.5, അക്കൗണ്ടൻസി 3.5, ഫിസിക്സ് 3, കെമിസ്ട്രി 3.5, ബയോളജി 3, മാത്സ് 4. ഇങ്ങനെ ഓരോ മാസവും തീർക്കേണ്ട ഈ ഒരു കണക്ക് പ്രകാരം തീർത്ത ആളുകൾ ഓഗസ്റ്റ് മന്തിൽ തീർത്ത ആളുകൾക്ക് സെപ്റ്റംബർ മന്തിലും ഈ ഒരു 3.5 ചാപ്റ്റർ വീതം തീർത്ത് കഴിഞ്ഞാൽ ഈ ഒരു മാസത്തെ ടൈം ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഒക്ടോബറിലും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നവംബർ, ഡിസംബർ, ജനുവരി വരെയുള്ള, ഓഗസ്റ്റ് ടു ജനുവരി വരെയുള്ള 6 മാസങ്ങളിലും നിങ്ങൾ ടോട്ടലി പഠിക്കേണ്ട ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന ചാപ്റ്ററിൻ്റെ എണ്ണമാണ്, പഠിക്കേണ്ട ചാപ്റ്ററിൻ്റെ എണ്ണമാണ് ഈ കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ മാസം ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തവരെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്റർ ഈ ഒരു മാസത്തിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട്, അല്ലെങ്കിൽ അടുത്ത മാസത്തിൻ്റെ കൂടെ ഡിവൈഡ് ചെയ്തിട്ട് 3.5 എന്നുള്ളത് ഓരോ ചാപ്റ്റർ വീതം ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യുക. സാധാരണ ആഴ്ചയിൽ 5 ദിവസം, എല്ലാ ദിവസവും ഒരു മണിക്കൂർ വീതമൊക്കെ, അരമണിക്കൂർ 1 മണിക്കൂർ വീതം കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ ഇനിയും പറയുന്നില്ല. ബേസിക് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ആ ടൈം ഷെഡ്യൂൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ബേസിക് ഇംഗ്ലീഷ് ക്ലാസ് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ കൂടാതെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. 50% മാർക്ക് എക്സാമിന് ഇംഗ്ലീഷിൻ്റേത് വരുന്നത് ഈ ബേസിക് ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിന്നാണ്. ഇത് നിങ്ങൾ ഓരോ വീഡിയോസും, അതുപോലെ ഫസ്റ്റ് വരുന്നത് ഇവിടെ ക്ലാസ് 1 അതിൻ്റെ MP3 മുകളിലുണ്ട്. ക്ലാസ് 2 ഇവിടെ ഉണ്ട് നോട്ട്, അതിൻ്റെ MP3 മുകളിൽ തന്നെ ഉള്ളത്. ക്ലാസ് 3 മുതൽ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഇൻ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇമ്പോർട്ടൻറ്റിൻ്റെ ഏരിയകളാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഓരോന്നും വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പ്ലേ ചെയ്ത് നോട്ട് ബുക്ക് വാങ്ങി കൃത്യമായിട്ട് എഴുതി വെച്ച് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. കുറച്ച് കഴിഞ്ഞാൽ നോട്ട് ബുക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പം തന്നെ റെഗുലറായിട്ട് കൃത്യമായിട്ട് ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് പോവുക. ഓക്കെ, ഇതിൽ A to Z വരെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും, എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരിക. ഇംഗ്ലീഷ് കഴിഞ്ഞ് സെക്കൻഡ് ലാംഗ്വേജ് മാത്രം ആ ലാംഗ്വേജിലും, മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ബേസിക് ഇംഗ്ലീഷിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലെ പ്രധാനപ്പെട്ട ഏരിയാസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ബേസിക് ഇംഗ്ലീഷ്. ഓക്കെ, അത് നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ മുമ്പോ അതിൽ ഇംഗ്ലീഷിൻ്റെ കൂടെ കംപ്ലീറ്റ് ചെയ്യുക. മലയാളം ക്ലാസ് റൂം പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് മലയാളം MP3 ക്ലാസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ അവിടെ കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കേട്ട് ഇതിലോട്ട് തന്നെ വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ ആവും, വീഡിയോ പ്ലേ ആവും, ആ ഓഡിയോ പ്ലേ ആയി അതിൻ്റെ കൂടെ ഈ നോട്ട്സും കൂടെ, താഴെയുള്ള നോട്ട്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഗൈഡ് ബുക്സ് നിങ്ങൾക്ക് വായിക്കാം. ഗൈഡ് ബുക്സിലെ നോട്ട് തന്നെയാണ് ഈ കൊടുത്തിട്ടുള്ളതും. നിങ്ങൾക്ക് നോക്കാനൊന്നും കൂടെ സിമ്പിളായിട്ട് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓരോ കവിതയിൽ 31 മാർക്ക് വരുന്നുണ്ട്. കഥ ടോട്ടലി 29 മാർക്ക് വരുന്നുണ്ട്. ഓരോ മാർക്ക് വരുന്നതും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് പറയുന്നില്ല, ഓരോ വിഷയങ്ങളും. ഇപ്പോൾ അറബി ആണെങ്കിൽ അറബിയുടെ ഗൈഡ് ബുക്സും അതുപോലെ തന്നെ അറബിയുടെ വർക്ക് ബുക്കും നമ്മൾ അയച്ചിട്ടുണ്ട്. കിട്ടാത്തവർ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക. ഇവിടെ വന്നിട്ടുണ്ട് ബുക്കുകൾ, നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളായിട്ട് അയച്ചു തരും ആർക്കെങ്കിലും കിട്ടാത്തവരുണ്ടെങ്കിൽ.
ഓക്കെ. അറബിയുടെ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2, 3, 5, 6, 7, 8, 12, 14 ചാപ്റ്റേഴ്സുകളാണ്. ഇതിനിടയിൽ നിന്ന് കുറേ ചാപ്റ്റേഴ്സുകൾ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക. ആ ഒരു ടൈമിൽ നമുക്ക് അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ അറബിക് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനും അറബിക് വർക്ക് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനും അതുപോലെ ഓരോ മൊഡ്യൂളിന് എത്ര മാർക്ക് വീതാ വരിക എന്നൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓരോന്നും വിശദീകരിച്ചതാണ്. ഇവിടെ ഇനി കൂടുതൽ പറയുന്നില്ല. അറബിയുടെ വർക്ക് ബുക്ക് ഓപ്പൺ ചെയ്താൽ അതിൽ ഓരോ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസുകൾ കാണാം. ആ ക്വസ്റ്റ്യൻസിൻ്റെ പ്രധാനപ്പെട്ടതാണ് ആ ക്വസ്റ്റ്യൻസ്. അതിലെ ആൻസറുകൾ ഈ അറബിക് ബുക്കിൽ നോക്കിയിട്ട് പഠിക്കുകയാണ് നിങ്ങൾ വേണ്ടത്. അതാണ് അറബിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹിന്ദി എടുത്ത ആളുകൾക്ക് അതിൽ കാണാൻ ക്ലാസ്. സോഷ്യോളജി എടുത്ത ആളുകൾ സോഷ്യോളജി ഓപ്പൺ ചെയ്താൽ എൻ്റെ MP3 ക്ലാസ്. അതുപോലെ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷിൽ ഡൗൺലോഡ് ചെയ്യാം. ചില ആളുകൾ ഇംഗ്ലീഷ് ബുക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ ആളുകൾക്ക് കുറച്ച് കഴിഞ്ഞാൽ NIOSൻ്റെ ഹെഡ് ഓഫീസിൽ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് നോക്കാൻ എന്തെങ്കിലും അത് കുറച്ച് ഡിലേ ആകും. എത്ര ടൈമിൽ കിട്ടാൻ നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് ഡിലേ ആവും അത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഏത് ടൈമാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്ക് വേണം എന്നുള്ള ആളുകൾ, കാരണം MP3 ക്ലാസ്സുകളൊക്കെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുത്തിട്ടുള്ളത്. പക്ഷേ MP3 ഒക്കെ നിങ്ങൾ കേട്ടിട്ട് അതിൻ്റെ നോട്ട് തയ്യാറാക്കിയിട്ട് ഈ താഴെയുള്ള നോട്ട്സും അതുപോലെ ഗൈഡ് ബുക്സും നോക്കുകയാണെങ്കിൽ വെരി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് MP3 ക്ലാസ്സുകൾ കേൾക്കാൻ ടൈമുണ്ടെങ്കിൽ MP3 ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കേൾക്കുക. അതിൻ്റെ നോട്ട് നിങ്ങൾ തയ്യാറാക്കുക സ്വന്തം. ഇനി അതിന് സമയമില്ലാത്ത ആളുകളാണെങ്കിൽ ഗൈഡ് ബുക്ക് കയ്യിലുണ്ടെങ്കിൽ ഗൈഡ് ബുക്ക് നോക്കിയിട്ട് അതിലെ പ്രധാനപ്പെട്ട ഓരോ ചാപ്റ്ററിനും ക്വസ്റ്റ്യൻസ് ആൻസർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാധാരണ ക്വസ്റ്റ്യൻസുകളൊക്കെ എക്സാമിനും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ആൻസർ ഇങ്ങനെ വായിച്ച് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസറുകളും ഇങ്ങനെ രേഖപ്പെടുത്തി കൃത്യമായിട്ട് വെക്കുക. അത് നോക്കാൻ ബുദ്ധിമുട്ടുള്ള ഗൈഡ് ബുക്സ് ഇല്ലാത്ത ആളുകൾ, ഗൾഫ് കൺട്രികളിലൊക്കെ ആളുകൾ, അവർക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ഗൈഡ് ബുക്സ് ഇവിടെ നമ്മൾ നോട്ട്സായിട്ട് നമ്മൾ ആപ്പിൽ കയറ്റിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് സൂം ഔട്ട് ചെയ്തിട്ടൊക്കെ കൃത്യമായിട്ട് ഓരോന്നും നിങ്ങൾക്ക് നോക്കിയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകൾ പഠിക്കാൻ പറ്റും. ഓക്കെ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എടുത്ത ആളുകൾക്ക്, അക്കൗണ്ടൻസി എടുത്ത ആളുകൾക്ക്, അതുപോലെ മാത്സ് എടുത്ത ആളുകൾക്കൊക്കെ നമ്മുടെ മൈ ക്യാമ്പസ് എന്ന് പറയുന്ന മറ്റൊരു ആപ്പ് വഴിയാണ് വീഡിയോ ക്ലാസ്സുകൾ ഉള്ളത്. അവിടെ നിങ്ങൾ ഫുൾ വീഡിയോ ക്ലാസ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നുള്ള ഇൻഡെക്സ് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഓരോന്നും ഓപ്പൺ ചെയ്താൽ, ഉദാഹരണത്തിന് ബയോളജി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 60% ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏതൊക്കെ ലെസൺസ് ആണോ പഠിക്കേണ്ടത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഓരോ ലെസൺസ് നിങ്ങൾ നോക്കിയിട്ട് രേഖപ്പെടുത്തിയിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന മൊഡ്യൂൾ ഏതൊക്കെ മൊഡ്യൂളിൻ്റെ അണ്ടറിലാണ് ചാപ്റ്റേഴ്സ് വരുന്നത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഏതൊക്കെ ഓരോ മൊഡ്യൂളിനും എത്ര മാർക്ക് വീതമാണ് ഇവിടെ വരുന്നത് എന്ന് കൊടുത്തിട്ടുണ്ട്. അതും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വെരി സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു 50 മാർക്കുള്ള മൊഡ്യൂൾ സെലക്ട് ചെയ്യുക, അതിൻ്റെ ചാപ്റ്ററുകൾ സെലക്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് അതിൽ നോക്കിയിട്ട് വീഡിയോ ക്ലാസ്സുകൾ നോക്കിയിട്ട് പഠിക്കാം. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ നോക്കാൻ പറ്റുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു സെപ്റ്റംബർ മന്തിൽ നിങ്ങളോട് പറയാനുള്ളത്. ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ആപ്പ് ഓപ്പൺ ആവാത്തതോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലി അറിയിച്ച് അത് പെട്ടെന്ന് തന്നെ ക്ലിയർ വരുത്തി നിങ്ങളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. 1 മാസം നമ്മളിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. 2ാമത്തെ മാസമാണ്. 6 മാസമാണ് ടോട്ടലി വരുന്നത്. അപ്പോൾ 2ാമത്തെ മാസം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകിച്ച് ടൈമിൻ്റെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സ്റ്റഡി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. കേരള സിലബസിൽ നിന്ന് 50% സിമ്പിളായ സിലബസ് ആയതുകൊണ്ട് തന്നെ ഒരു 50 to 70 or 70 to 90% നിങ്ങൾക്ക് മാർക്ക് വാങ്ങി പാസ് ഔട്ട് ചെയ്യാൻ ഈ ഒരു NIOS വഴി സാധിക്കും. ഓൺലൈൻ ക്ലാസ്, ഓൺലൈൻ റെക്കോർഡഡ് ക്ലാസ്സുകൾ എനി ടൈം നിങ്ങൾക്ക് ഫ്രീ എപ്പോഴാണോ ആ ടൈം നമ്മുടെ ആപ്ലിക്കേഷൻസിൽ കയറിയിട്ട് ക്ലാസ്സുകൾ കേട്ട് കണ്ട് നിങ്ങൾക്ക് നോട്ടുകളൊക്കെ എഴുതി നോട്ടുകൾ വായിച്ച് ഒക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പേഴ്സണലി ചോദിക്കുക. നിങ്ങളുടെ സ്റ്റഡി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, താങ്ക് യു.